എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ 21-ലധികം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നുവെന്ന വിവരമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളുടെ വീടുകൾ, അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, അതുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് റെയ്ഡ്. ഇതോടൊപ്പം ദേവസ്വം ബോർഡ്, തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിൽ ഉൾപ്പെടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതോടൊപ്പം ഈ CC അടക്കമുള്ള കാര്യങ്ങളിലേക്കും കാര്യങ്ങൾ കടക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SIT സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള ക്രൈം അന്വേഷിക്കുകയാണ്. ആ ക്രൈമിലൂടെ ഈ പ്രതികൾ സമ്പാദിച്ചിട്ടുള്ള പണം, അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. കുറ്റകൃത്യങ്ങളിലൂടെ പ്രതികൾ സമ്പാദിച്ചിട്ടുള്ള പണം, ആ പണം എവിടേക്കാണ് പോയത്, ആ പണം ഉപയോഗിച്ച് എന്തൊക്കെയാണ് വാങ്ങിയത് എന്തടക്കമുള്ള കാര്യങ്ങളാണ് ED പരിശോധിക്കുക. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ സ്വർണം വേർതിരിച്ച് ആ സ്വർണം ഗോവർദ്ധന് വിറ്റു. അതിനുശേഷം ഗോവർദ്ധൻ തിരിച്ചു പണം കൈമാറിയിട്ടുണ്ട്. ഇതടക്കം പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന നിലയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണുന്നത്. ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് ഇതിലെ കള്ളപ്പണം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് നടക്കുന്നത്. അതോടൊപ്പം കേരളത്തിന് പുറത്തുള്ള ED ഉദ്യോഗസ്ഥരടക്കം ഈ പരിശോധനകളിൽ പങ്കാളികളാകുന്നുണ്ട്. കൊച്ചി യൂണിറ്റ് മാത്രമല്ല, മറ്റ് വിവിധ യൂണിറ്റുകളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. 100ഓളം ഉദ്യോഗസ്ഥർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 100ഓളം ഉദ്യോഗസ്ഥരാണ് ഈ ചെന്നൈ, അതോടൊപ്പം തന്നെ ബല്ലാരി, കൂടാതെ വിവിധ കേന്ദ്രങ്ങൾ, സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡുകളിൽ പങ്കാളികളാകുന്നത്. ദേവസ്വം ബോർഡ് കേന്ദ്രങ്ങളിലടക്കം, ദേവസ്വം ബോർഡ് ഓഫീസിലടക്കം റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ECIR രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ ED റെയ്ഡിലേക്ക് പോകുന്ന പതിവാണുള്ളത്. ഇവിടെ ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രാഥമിക വിവരശേഖരണം നടത്തി തുടർന്ന് ED ഇപ്പോൾ റെയ്ഡിലേക്ക് പോയിരിക്കുകയാണ്. അതിൽ വിശദമായിട്ടുള്ള ചില സീഷർ അടക്കമുള്ള നടപടികളും ഉണ്ടാകും. അതിനുശേഷം ED വിശദമായിട്ടുള്ളൊരു വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കും. എന്തൊക്കെയാണ് തങ്ങൾ ചെയ്തത് സംബന്ധിച്ച്. സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ റെയ്ഡ് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയൊക്കെ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അവസാനിക്കാറുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട റെയ്ഡ് ഒരുപക്ഷെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മുൻപ് കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ആ റെയ്ഡ് നീണ്ടുപോയത് ഏകദേശം ഒരു 3 ദിവസത്തോളം റെയ്ഡ് നീണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് റെയ്ഡ് നീളാനുള്ള സാധ്യതകളുണ്ട് എന്ന സൂചനകൾ കൂടി ED നൽകുകയാണ്. അതായത് വിപുലമായിട്ടുള്ള, വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഇതിൽ സുപ്രധാനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് എടുത്തു കഴിഞ്ഞാലുള്ള റെയ്ഡ്. ആ റെയ്ഡ് ഒരുപക്ഷെ മണിക്കൂറുകൾ നീളാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും വിപുലമായിട്ടുള്ള റെയ്ഡാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ വീടുകൾ, അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ഈ കേസുമായി അട്രാക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കേസിന്റെ ഘടകമായി മാറുന്ന എല്ലാ കേന്ദ്രങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യാപക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഗിനി, ഈ കേസ് ശരിക്കും ശബരിമല, അതായത് കേരളത്തിൽ നിന്ന് മാറിയിട്ട് ചെന്നൈയിലായാലും ബംഗളൂരുവിലായാലും ഒക്കെ ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ 21 കേന്ദ്രങ്ങൾ, നടപടിക്രമങ്ങൾ ഉണ്ടാകും, ശരിയാണ്. ഒരേ സമയം തന്നെ 21 ഇടങ്ങൾ കേന്ദ്രീകരിച്ച്, അത് കേരളത്തിന് പുറത്തു പോലും ഇത്രയും വ്യാപകമായ രീതിയിൽ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് EDയുടെ നീക്കത്തെ അത് എങ്ങനെ കാണണം? പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസും ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ വീട്ടിലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെയുമാണല്ലോ പരിശോധന പോകുന്നത്. അവിടെ നിന്ന് ഇനിയും ഒരുപക്ഷെ രേഖകൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രധാനമായി മാറുകയല്ലേ? പ്രത്യേകിച്ച് ഇവിടങ്ങളിലൊക്കെയാണ് സ്വർണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നടപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ റെയ്ഡ്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഈ സ്വർണ്ണ കൊള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ശബരിമലയിലെ കടത്തിക്കൊണ്ടുപോയ സ്വർണം എന്ത് ചെയ്തു, അത് എന്തൊക്കെയാണ് കൈമാറിയത്, അതിലൂടെ എത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇവർ നേടിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുക. അതായത് സ്വർണ്ണ കൊള്ള സംബന്ധിച്ചുള്ള ക്രൈം, ആരൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചന, ഇതുൾപ്പെടെയുള്ള വശങ്ങളാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ്, ആ കേസിനെ ആധാരമായിക്കൊണ്ട് ED കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ED അന്വേഷിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിലൂടെ പ്രതികൾ സമ്പാദിച്ചിട്ടുള്ള പണം, ആ പണം എന്ത് ചെയ്തു എന്നതാണ്. ആ പണം എവിടെയൊക്കെ പോയി എന്നതാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കെട്ടിടം വാങ്ങുകയോ അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആസറ്റ്, സ്വത്തുവകകൾ സമ്പാദിക്കുകയോ ഒക്കെ ചെയ്താൽ അതുൾപ്പെടെ കണ്ടുകെട്ടാനുള്ള കാര്യങ്ങളും EDക്ക് മുന്നോട്ട് പോകാം. നേരത്തെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്ന് നീക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൈക്കോടതി സുപ്രധാന ഇടക്കാല ഉത്തരവ് SIT റിപ്പോർട്ട് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇട്ടിരുന്നു. ആ ഇടക്കാല ഉത്തരവിൽ വളരെ സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ അടക്കമുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ SIT കൊടുത്ത റിപ്പോർട്ടിൽ പ്രതികൾ സമ്പാദിച്ചിട്ടുള്ള സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ ഉത്തരവിൽ.
അതുകൂടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതികൾ സ്വർണ്ണക്കൊള്ള നടത്തി, ആ സ്വർണ്ണക്കൊള്ളയിലൂടെ പണം സമ്പാദിച്ചിട്ടുണ്ട്. ആ പണം പോയ വഴി എവിടെ, മണി ട്രെയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. ഇനി നടക്കാൻ പോകുന്ന നടപടികൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ റെയ്ഡ് വിശദമായി തന്നെ വിപുലമായി തന്നെ നടക്കും. ആ റെയ്ഡിലൂടെ ED കണ്ടെത്തുന്ന കുറെ വിവരങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് EDക്ക് കടക്കേണ്ടി വരും. ആ കടക്കുന്ന ഘട്ടത്തിൽ ആരിലേക്കൊക്കെയാണ് പോവുക, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരൊക്കെ തന്നെ റിമാൻഡിലാണ്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഹഡിൽസ് ഉണ്ട്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ പറയുന്ന ആളുകളെ വിളിച്ച് വരുത്തി ചോദ്യം ചെയ്ത് വിശദമായിട്ടുള്ള ഇൻട്രോഗേഷനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടത്. അപ്പോൾ ഇവർ ജയിലിൽ കിടക്കുന്ന പശ്ചാത്തലത്തിൽ അതിൽ കോടതി നടപടികളിലൂടെ ഇനി തുടർ നടപടികൾ നീക്കാനാണ് ED ആലോചിക്കുക. എന്തായാലും ഈ റെയ്ഡ് വളരെ മണിക്കൂറുകൾ നീളും എന്നത് തീർച്ചയാണ്. ഓക്കെ, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.